നമസ്കാരം. ടീച്ചിങ് ആസ്പിറൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണത്. മുൻപ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ മൂന്നാം ക്ലാസ്സിൻ്റെ പുതുക്കിയ പാഠപുസ്തകവും അതുപോലെ ഹാൻഡ് ബുക്കും ഒക്കെ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മൂന്നാം ക്ലാസ്സിൻ്റെ പുതുക്കിയ ഹാൻഡ് ബുക്കിൻ്റെ ആമുഖ ഭാഗങ്ങളാണ് നോക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ച് ഒരൊറ്റ ക്ലാസ് ആയിട്ടല്ല തരാൻ പോകുന്നത്, കുറേശ്ശെയായിട്ട് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ തരാണ്. അപ്പോൾ ആമുഖം തന്നെ നമുക്ക് നോക്കി തുടങ്ങാം. 1997 കേരളത്തിൽ ആരംഭിച്ച സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം വളർച്ചയുടെ നിരവധി പടവുകൾ പിന്നിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ ഒരു ആമുഖം തുടങ്ങുന്നത്. 1997 എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ അതേക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു വെച്ചിരുന്നു. 1994 DPP ആദ്യമായിട്ട് വരുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആഗോള ലക്ഷ്യം നേടിയെടുക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയായിരുന്നു DPP എന്ന് പറയുന്നത്. അതുവരെ കണ്ടുവന്ന വിദ്യാഭ്യാസ രീതിക്ക് പാടെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് DPP പദ്ധതി നിലവിൽ വന്നത്. ഇപ്പോൾ 1994 ആദ്യമായിട്ട് DPP വരുന്നതെങ്കിൽ അത് എല്ലാ ജില്ലകളിലും വന്നിട്ടില്ല. കാസർഗോഡ്, വയനാട്, മലപ്പുറം തുടങ്ങിയ 3 ജില്ലകളിലായിരുന്നു 94 ജനുവരിയിൽ DPP ആരംഭിച്ചത്. പിന്നീടാണ് 97 തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ 97, 98 അക്കാദമിക വർഷങ്ങളിലാണ് DPP വ്യാപിച്ചത്. DPP പദ്ധതി ആരംഭിച്ചത്. ഈ 6 ജില്ലകളിൽ പ്രൈമറി വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുന്നത് DPP നേരിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് 97 കേരളത്തിൽ ആരംഭിച്ച സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം വളർച്ചയുടെ നിരവധി പടവുകൾ പിന്നിട്ട് കഴിഞ്ഞു എന്നിവിടെ സൂചിപ്പിച്ചു തുടങ്ങിയത്. അപ്പൊ ഇതിന് ശേഷമാണ് ശിശു കേന്ദ്രീകൃതവും പ്രവർത്തനാധിഷ്ഠിതവുമായ പഠനം സാധ്യമായത്. അതിനു മുമ്പപ്പോൾ എങ്ങനെയായിരുന്നു? അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു, വ്യവഹാരവാദങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. ഈ DPPക്ക് തൊട്ടു മുമ്പ് മറ്റൊരു പരീക്ഷണ പദ്ധതി മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു. അതായത് MLL എന്ന് പറഞ്ഞിട്ട്, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ്. അത് നമ്മൾ പദ്ധതികൾ വിശദമായി പഠിക്കാം, അപ്പോൾ അതേക്കുറിച്ച് പറയാം. അതും ഈ പറയുന്ന പോലെ വ്യവഹാരവാദത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് കൊണ്ടുവന്ന പദ്ധതിയാണ്. അതിനെ പക്ഷെ എല്ലാവരും അത്ര കണ്ട് സ്വീകരിച്ചില്ല. അതിനൊക്കെ ശേഷമാണ് MLL പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലാണ് DPPയിലേക്ക് വരുന്നതൊക്കെ. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ ഈ ആമുഖത്തിൽ പറയുന്നത് പോലെ 97 മുതലാണ് എന്താ ശിശു കേന്ദ്രീകൃതവും പ്രവർത്തനാധിഷ്ഠിതവുമായ പഠനം എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുത്തത്. തീർച്ചയായും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, എന്നു മുതലാണ് നമ്മൾ ശിശു കേന്ദ്രീകൃത സമീപനം സ്വീകരിച്ചു തുടങ്ങിയത്? അതിന് പ്രധാന കാരണമായ പ്രധാന പാഠ്യപദ്ധതി പരിഷ്കരണം അല്ലെങ്കിൽ പദ്ധതി ഏതായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം 1997 പറയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് സൂചിപ്പിക്കുകയും ചെയ്യാം. 94 DPP നിലവിൽ വരുന്നത്. ആദ്യം 3 ജില്ലകളിലായിരുന്നു എന്നും പിന്നീട് മറ്റ് ജില്ലകളിലേക്കും കൂടി വ്യാപിച്ചു. അത് 3 ജില്ലകളിലൂടെ അടുത്ത ഘട്ടമായിട്ട് വന്നു. തിരുവനന്തപുരം, ഇടുക്കിയും പാലക്കാടും, അങ്ങനെ 6 ജില്ലകളിൽ ആയിട്ട് വന്നു എന്നും പിന്നീട് കേരളമൊട്ടാകെ DPP എന്ന ആശയം കൊണ്ടുവരുന്നു. ആ ഒരു തരത്തിലേക്ക് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇനി ഇവിടെ നോക്കിക്കുക, അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2007 പരിഷ്കരണം വഴി അറിവ് നിർമ്മാണ പ്രക്രിയയും സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയും അന്വേഷണാത്മക പഠനവും വിമർശനാത്മക ബോധനവും പ്രശ്നോന്നത സമീപനവും ചേർത്തുകൊണ്ട് പഠനത്തെ കാലികമായി പുതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള പോയിന്റാണ്. ഈ പോയിന്റുകൾ എഴുതി സൂക്ഷിക്കണേ. 2007 പരിഷ്കരണം വഴി. അപ്പൊ 2007 ഏറ്റവും ഈ 2023 പാഠ്യപദ്ധതി ചട്ടക്കൂടിനൊക്കെ മുമ്പ്, പരിഷ്കരണത്തിനൊക്കെ മുമ്പ് ഏറ്റവും ഒടുവിൽ നടന്നത് 2007 അന്നത്തെ പ്രത്യേകതയാണ് ഈ ഹൈലൈറ്റ് ചെയ്ത് ഞാനിവിടെ തന്നിരിക്കുന്നത്. അറിവ് നിർമ്മാണ പ്രക്രിയയും സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവും അന്വേഷണാത്മക പഠനവും ഒപ്പം തന്നെ വിമർശനാത്മക ബോധനവും പ്രശ്നോന്നത സമീപനവും ചേർത്തുകൊണ്ടായിരുന്നു അന്ന് പരിഷ്കരണം നടത്തിയത്. ഈ വാക്കുകളൊക്കെ നമ്മൾ പരിചിതമായി ഇരിക്കുകയും ഈ വാക്കുകളെ കുറിച്ച്, ഈ പറയുന്ന ടേമുകളെ കുറിച്ച്
കൂടുതൽ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. അന്വേഷണാത്മക പഠനം എന്താണ്? കുട്ടി തന്നെ ഒരു ചെറിയൊരു ശാസ്ത്രജ്ഞനെ പോലെ അന്വേഷണങ്ങൾ നടത്തി എല്ലാം കണ്ടെത്തുന്നത്. വിമർശനാത്മക ബോധനം എന്താണ്? ഓരോ കാര്യങ്ങളെ പുതിയ ആശയങ്ങൾ കിട്ടുമ്പോൾ അതിനെ അതുപോലെ മാത്രം സ്വീകരിക്കുകയല്ല, വിമർശിക്കേണ്ടതിനെ വിമർശിച്ചും സംശയങ്ങൾ ചോദിച്ചും അല്ലെ, ആ ഒരു രീതിയിലുള്ള സമീപനം. അതുപോലെ പ്രശ്നോന്നത സമീപനം എന്താണ്? നമ്മൾ ഓരോ പ്രശ്ന മേഖലകളായിട്ട് പഠിച്ചിരുന്നു അല്ലെ. നിങ്ങൾ TTC ഒക്കെ പഠിച്ചവർക്ക് അതറിയാം. ഇപ്പൊ ഓരോ പ്രശ്ന മേഖല നമ്മൾ എടുത്തു വെച്ച് ടീച്ചിങ് മാനുവലൊക്കെ എഴുതുമായിരുന്നു. കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ പ്രശ്ന മേഖലകളാക്കി തിരിച്ചിട്ടാണ് അന്ന് പാഠപുസ്തകം തയ്യാറാക്കിയിരുന്നത്. ഇപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണെങ്കിൽ ആ പ്രശ്ന മേഖല എന്ന് പറയുന്നത് കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ എന്ന് പറയുന്ന പ്രശ്നത്തിന്റെ കീഴിലായിരുന്നു ആ ഒരു പാഠം വരിക. അങ്ങനെ ആ കാലത്ത് സമൂഹം നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. അതായിരുന്നു പ്രശ്നോന്നത സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശേഷം പിന്നീട് ഒരു മാറ്റം വരുന്നത് 2023 ഇതിന്റെ എല്ലാ ഫലമായി ക്ലാസ് മുറികളിലും കുട്ടികളുടെ പഠന മികവിലും വലിയ പുരോഗതി ഉണ്ടായെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ ഈ ദിശയിലുള്ള മുന്നേറ്റം സുഗമമാക്കുന്നതിന് ഇനിയും ഒട്ടേറെ നവീകരണങ്ങൾ പാഠ്യപദ്ധതിയിലും വിനിമയത്തിലും അനുബന്ധ സംവിധാനങ്ങളിലുമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നിതിൽ പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ, നമ്മളത് ചർച്ച ചെയ്തില്ലേ. അതായത് പാഠ്യപദ്ധതി നിരന്തരം മാറണം അല്ലെ. പാഠപുസ്തകവും പാഠ്യപദ്ധതിയിലൊക്കെ മാറ്റങ്ങൾ വരണം. പാഠപുസ്തകം ഓരോ വർഷവും മാറണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി പത്രങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. ഇത് പ്രായോഗികമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളോട് ചോദിക്കും, ഇത് പ്രായോഗികമാണോ, ഓരോ വർഷവും പാഠപുസ്തകം മാറ്റണം എന്ന് പറയുന്നു. അതിൽ ചില അപ്രായോഗികമായ കാര്യങ്ങൾ ഉണ്ട് എന്നത് വസ്തുത തന്നെയാണ്. നമ്മളോട് ഇന്റർവ്യൂവർ ഇത് ചോദിക്കുമ്പോൾ തീർച്ചയായും പ്രായോഗികമാണ് സാർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചില മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായും വരുത്തേണ്ടതുണ്ട്. അപ്രായോഗികമല്ല എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഓരോ വർഷവും പാഠപുസ്തകം മാറ്റുക എന്ന് പറയുന്നത്. ആവശ്യമെങ്കിൽ ഓരോ വർഷവും മാറ്റുന്നതിൽ തെറ്റില്ല. കാര്യമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വലിയ കൂട്ടിച്ചേർക്കലുകൾ വേണ്ട എന്നാണെങ്കിൽ അതേ പാഠപുസ്തകം തന്നെ അടുത്ത വർഷത്തിലേക്ക് ഉപയോഗിക്കുന്നതിനോട് തെറ്റുള്ളതായി തോന്നുന്നില്ല എന്നൊരു രീതിയിൽ നമുക്ക് മറുപടി പറയാം. പക്ഷെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിനംപ്രതി അറിവ് വർദ്ധിക്കുകയാണ്, ദിനംപ്രതി മാറ്റങ്ങൾ സംഭവിക്കുന്നു, ശാസ്ത്രമേഖല ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ തീർച്ചയായും കുട്ടികളിലേക്ക് കൊണ്ടുവരണം. 2007 ശേഷം ഇതുവരെ പാഠപുസ്തകം പരിഷ്കരിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയും വർഷം നമ്മൾ അതിൽ മാറ്റം വരുത്താതെ എന്തൊക്കെ സാധ്യതകളെ ഉൾപ്പെടുത്താതെയാണ് പുസ്തകം കൊണ്ടുപോയത് എന്ന് ഓർക്കുക. ഇടയ്ക്കെപ്പോഴോ കണ്ടന്റ് വലുതായത് കൊണ്ട് മാത്രം 9ാം ക്ലാസ്സിലെയോ മറ്റോ ഏതൊക്കെയോ ക്ലാസ്സുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയത് 2ാം ക്ലാസ്സിലെയൊക്കെ ഉണ്ട്. ചില പാഠങ്ങൾ ഒഴിവാക്കുകയും മറ്റു ചിലത് കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ പാഠപുസ്തകം ഓരോ വർഷവും മാറ്റണം എന്ന് പറയുന്നത് ആ വാർത്തകൾ വിശദമായി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഓരോ വർഷവും നിർബന്ധമായി മാറ്റണം എന്നല്ല പറയുന്നത്. കാര്യമായ മാറ്റങ്ങൾ വരുമെങ്കിൽ, കാര്യമായ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലെ മാറ്റങ്ങൾ വരുത്തുക എന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടി മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട്. ഇനി അടുത്ത ഓരോ ലൈൻ ബൈ ലൈനായി പറഞ്ഞ് നിങ്ങളോട് പോവുകയാണ്. ഓരോ ലൈൻ വായിച്ചും അതിന്റെ അർത്ഥം പറഞ്ഞു തന്നും അതിൽ നിന്ന് വരാനുള്ള ചോദ്യങ്ങൾ പറഞ്ഞുമാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരൊറ്റ ക്ലാസ് കൊണ്ട് തീരുന്നതല്ല. ഇനി കേരളത്തിലെ സ്കൂൾ കുട്ടികളിലെ ഗുണതയുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതി ശരിയായി വിനിമയം ചെയ്താൽ കിട്ടേണ്ട തലത്തിലുള്ള ഉയർച്ച ഉണ്ടായിട്ടില്ലെന്ന വിമർശനവും ഉണ്ട്. കേരളത്തിലെ സ്കൂൾ കുട്ടികളിൽ ഗുണതയുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതി ശരിയായി വിനിമയം ചെയ്താൽ കിട്ടേണ്ട തലത്തിലുള്ള ഉയർച്ച ഉണ്ടായിട്ടില്ലെന്ന വിമർശനവും ഉണ്ട്. അത് ആ പാഠപുസ്തകത്തിന്റെ ആ ഒരു സമയത്തെ കാര്യങ്ങളാണ്. അത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. ഈ വസ്തുതകളെല്ലാം പരിഗണിച്ച് മുൻ പരിഷ്കരണങ്ങളിൽ മുന്നോട്ട് വെച്ച ദാർശനിക സൈദ്ധാന്തിക അടിത്തറകളിൽ
നിന്നുകൊണ്ട് അവരുടെ ശക്തമായ പ്രയോഗം വഴി എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് KCF 2023 മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ എന്താണ് KCF-ന്റെ പ്രഥമ ലക്ഷ്യം? നമുക്ക് ഇവിടെ മുതലേ നോക്കാം. ക്ലാസ് മുറികളിൽ കുട്ടികളുടെ പഠന മികവിന് വലിയ പുരോഗതി കഴിഞ്ഞ 2027 മുതൽ ഉണ്ടായി. എന്നാൽ ഈ ദിശയിലുള്ള മുന്നേറ്റം സുഗമമാക്കുന്നതിന് ഇനിയും ഒട്ടേറെ നവീകരണങ്ങൾ പാഠ്യപദ്ധതിയിലും വിനിമയത്തിലും അനുബന്ധ സംവിധാനങ്ങളിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇത് അടുത്ത പോയിന്റ് പ്രധാനമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ ഉണ്ടാകുന്ന വമ്പിച്ച പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ പാഠ്യപദ്ധതി നവീകരണം ആവശ്യമാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറയണം. പാഠ്യപദ്ധതി നവീകരണത്തിന് വിധേയമാകേണ്ടതിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഇത് തന്നെ പറയാം. എന്താ? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വമ്പിച്ച മാറ്റങ്ങളാണ് ദിനം പ്രതി ഉണ്ടാകുന്നത്. അതുപോലെ സാമൂഹിക ആവശ്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തെ ഇപ്പൊ ഈ വർഷം നമുക്ക് കൃഷി ഇപ്പൊ കുറവാണ്, അല്ലെങ്കിൽ കൃഷിയാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ആവശ്യം ചിലപ്പോൾ ഭൗതിക സാഹചര്യത്തിലെ മെച്ചപ്പെടുത്തലോ അല്ലെങ്കിൽ ഗുണനിലവാരം എന്താണ് പഠനത്തിലെ ഗുണനിലവാരം ഉയർത്തലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കേരളത്തിലെ സ്കൂൾ കുട്ടികളിൽ ഗുണതയുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതി ശരിയായി വിനിമയം ചെയ്താൽ കിട്ടേണ്ട തരത്തിലുള്ള ഉയർച്ച ഉണ്ടായിട്ടില്ലെന്ന വിമർശനവും ഉണ്ട്. അതായത് നമ്മൾ കൊണ്ടുവന്ന പാഠ്യപദ്ധതി കുട്ടികളിൽ കൃത്യമായ ഒരു ഗുണത അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഗുണനിലവാരം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട്. രണ്ട് വശവും പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഈ വസ്തുതകളെല്ലാം പരിഗണിച്ച്, അതായത് വിമർശനങ്ങളും നല്ല ഫീഡ്ബാക്കുകളും അതുപോലെ വിമർശനങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് പുത്തൻ മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം എടുത്തുകൊണ്ട് ദാർശനിക സൈദ്ധാന്തിക അടിത്തറകളിൽ നിന്നുകൊണ്ട് അവരുടെ ശക്തമായ പ്രയോഗം വഴി എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KCF 2023 കൊണ്ടുവന്നത്. അതായത് വിദ്യാഭ്യാസപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉണ്ടാവാതിരിക്കുക. അതൊരു വലിയൊരു ടേമാണ്. ഇത് വിദ്യാഭ്യാസപരമായ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥ് സാറിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. വിദ്യാഭ്യാസപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഒരു രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് പൊതുവിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയും അതുപോലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ക്വാളിറ്റിയും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവിടെ ആ സമൂഹത്തിന് പൊരുത്തക്കേടുകൾ ഉണ്ടാവും അല്ലെ. നമ്മൾ ഉദ്ദേശിക്കാത്ത ചില പ്രശ്നങ്ങൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇപ്പൊ ചില മിഥ്യാധാരണകളുണ്ട്. അൺഎയ്ഡഡിലാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതെന്ന്. അപ്പൊ ഇതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ ഈ 2007 പാഠപുസ്തക ആ പാഠ്യപദ്ധതിയൊക്കെ നവീകരിക്കുകയും പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ നമ്മൾ ഈ ഗുണനിലവാരം ഉയർത്താനായിട്ട് ഹൈടെക് വിദ്യാലയം എന്നൊക്കെയുള്ള ആശയങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് അത്തരത്തിലൊക്കെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമ്മൾ കൂട്ടിക്കൊടുത്തിരുന്നു. അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഉയർത്തി, അതുപോലെ തന്നെ അതിന്റെ അല്ലെങ്കിൽ ഗുണനിലവാരം ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? വിദ്യാഭ്യാസപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ ഉണ്ടാകാതിരിക്കുക, എല്ലാവർക്കും തുല്യ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക. അപ്പൊ ഇതേ ആശയം തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് 2023 KCF മുന്നോട്ട് വന്നത്. ഇനി ഇതിന് പോഷകമായ രീതിയിലുള്ള മാറ്റം മറ്റെല്ലാ ഘടകങ്ങളിലും ഉണ്ടാകാനും ലക്ഷ്യമിടുന്നു. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 നിരവധി സവിശേഷതകളാണുള്ളത്. പലതും നമുക്കറിയാം. അതായത് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതിനേക്കാൾ വലിയ ജനാധിപത്യപരമായ ഒരു മാറ്റം ഇവിടെ നടന്നു KCF 2023 അല്ലെ. അതായത് വലിയ ചർച്ചകൾ,
സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് വിവിധ തരം ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയ ചർച്ചകൾ, അവിടെ കുട്ടികളും മുതിർന്നവരും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളും എല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് ഈ ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കിയത്. ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം, മതനിരപേക്ഷത, സാമൂഹ്യനീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് 2023 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്. അപ്പൊ അത് 2023 മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ എന്താണ്, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും സാമൂഹ്യ നീതിക്കും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും ഒക്കെ തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പാഠപുസ്തകത്തിന്റെ സവിശേഷത ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു പാഠ്യപദ്ധതിക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷത ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റ് പറയാൻ കഴിയണം. ഈ പോയിന്റുകളെല്ലാം പറയാൻ കഴിയണം. ഇപ്പൊ ഒരു നല്ല പാഠ്യപദ്ധതിയുടെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും KCF 2023 എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പറയാം അതുപോലെ KCF 2023 പോലെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 സവിശേഷത പോലെയുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഓരോന്നും പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട് എന്ന ഒരു ആശയം ഇന്റർവ്യൂവറിന് ലഭിക്കുകയും ചെയ്യും. കേരളത്തിന്റെ തനത് സവിശേഷതകളെയും സാമൂഹ്യ സാംസ്കാരിക ആവശ്യങ്ങളെയും കോർത്തിണക്കിയും ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 തുടർച്ച ഉൾക്കൊണ്ടുകൊണ്ടുമുള്ള രൂപപ്പെടുത്തലാണ് നമ്മുടെ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 നടത്തിയത്. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയരേഖ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തരികയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് തരികയും ചെയ്യും. അപ്പൊ ഇപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോവുക. കേരളത്തിന്റെ തനത് സവിശേഷതകളെയും, കേരളത്തിന് അതിൻ്റെതായ സവിശേഷതകളുണ്ട് അല്ലെ, സാമൂഹ്യ സാംസ്കാരിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കി ഇതിനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് 2023 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പുസ്തകമാണ് ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ മാതൃക എന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ ആ പുസ്തകത്തിലെ വളരെ വലിയ നല്ല നല്ല ഒരുപാട് ആശയങ്ങൾ അതിനകത്തുണ്ട്, വലിയ ആശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ എല്ലാം ഒന്നും നടത്താൻ പറ്റില്ല, നമ്മുടെ കേരളത്തിൽ എല്ലാം ഒന്നും സാധ്യമാക്കാൻ കഴിയില്ല. കാരണം ഓരോ പ്രദേശവും വ്യത്യസ്തമാണ്, ഓരോ രാജ്യവും വ്യത്യസ്തമാണ്, അവരുടെ സംസ്കാരം വ്യത്യസ്തമാണ്, അവർക്ക് ലഭിക്കുന്ന വിഭവ സമ്പത്ത് വ്യത്യസ്തമാണ്. ഇതിനൊക്കെ അനുസരിച്ചാണ് ഓരോ സ്ഥലത്തെയും പാഠ്യപദ്ധതി, ഓരോ രാജ്യത്തിലെയും പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിലെയും ഒക്കെ തയ്യാറാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പാഠപുസ്തകം തയ്യാറാക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ലോക്കൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ തയ്യാറാക്കിയിരുന്നു അല്ലേ. അതായത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പുസ്തകം അധ്യാപിക സ്വയം തയ്യാറാക്കുന്നു. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ TTCക്ക് പഠിക്കുമ്പോൾ അന്ന് ഈ പ്രശ്നോന്നത സമീപനമാണ്. അപ്പോൾ ഓരോ പ്രശ്ന മേഖലകൾ തന്നിട്ട് അതിനനുസരിച്ചാണ് ഓരോ പാഠവും തയ്യാറാക്കിയിരുന്നത്. അപ്പൊ ഈ ഓരോ പ്രശ്ന മേഖലയെയും കുറിച്ചുള്ള പാഠങ്ങൾ ഞങ്ങൾ സ്വയം എഴുതി തയ്യാറാക്കി ഒരു പാഠപുസ്തകം തയ്യാറാക്കിയിരുന്നു. അപ്പൊ ഒരു പാഠപുസ്തകത്തിന് എന്തെല്ലാം സവിശേഷതകൾ വേണം എന്ന് അറിയുന്ന ഒരാൾക്കേ അങ്ങനെ ഒരു പാഠപുസ്തകം തയ്യാറാക്കാൻ കഴിയൂ. കുട്ടിയെ മനസ്സിലാക്കുന്ന ആൾക്കേ അത് തയ്യാറാക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സ്വന്തമായി ഒരു ലോക്കൽ ടെസ്റ്റ് ഒക്കെ തയ്യാറാക്കിയ അനുഭവ സമ്പത്ത് ഉള്ള അധ്യാപകർ വേണം അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാ അധ്യാപകർക്കും അതിന് കഴിയണം. ലോക്കൽ ടെക്സ്റ്റിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ അത് കുട്ടിയെ മനസ്സിലാക്കി, തന്റെ ക്ലാസ്സിലെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അധ്യാപിക തയ്യാറാക്കുന്നത്. ആ കുട്ടി പഠിക്കുന്ന സാമൂഹ്യപരമായിട്ടുള്ള ഏത് ചുറ്റുപാടിൽ നിന്നാണോ ആ കുട്ടി വരുന്നത്, അവൻ എവിടെയാണോ പഠിക്കുന്നത്, അതായത് ഇപ്പൊ എന്താണ് തീരപ്രദേശത്ത് താമസിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ വനമേഖലയിൽ താമസിക്കുന്നവരുണ്ട്, പട്ടണങ്ങളിൽ താമസിക്കുന്നവരുണ്ട്, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ സാമൂഹിക നില വ്യത്യസ്തമാണ്, അവര് വളരുന്ന സംസ്കാരം വ്യത്യസ്തമാണ്. അപ്പൊ ഇതിനൊക്കെ അനുസരിച്ച് ഒരു ലോക്കൽ ടെസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള ഒരാശയമാണത്. അപ്പോൾ അവിടെ ലഭിക്കുന്ന വസ്തുക്കളാണ് അവരുടെ എന്താണ് നമ്മൾ പഠനോപകരണങ്ങളായിട്ട് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ ഇതിനൊക്കെ അനുയോജ്യമായ തരത്തിലുള്ള പാഠപുസ്തകം തയ്യാറാക്കലാണ് ലോക്കൽ ടെക്സ്റ്റ് എന്നത് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഈ പോയിന്റ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സാമൂഹ്യ സാംസ്കാരിക ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പാഠപുസ്തകം തയ്യാറാക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി
കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 പുറത്തു വന്നതിന് ശേഷം നാളിതുവരെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ ജീവിതത്തിലും മറ്റ് രംഗങ്ങളിലും വന്ന എല്ലാ നൂതന പ്രവണതകളും പരിഗണിക്കൽ. അത് ഇതിന്റെ 2023 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. തീർച്ചയായും പരിഗണിച്ചേ പറ്റൂ. 2007 അവസാനമായിട്ട് പാഠപുസ്തകം വന്നത്. അതിനുശേഷം 2023 വരാൻ പോകുന്നത്. അപ്പൊ അത്രയും കാലത്ത് നടന്ന വലിയ മാറ്റങ്ങളുണ്ട്. നൂതനമായ ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. സാമൂഹ്യ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? പരിഗണിച്ചുകൊണ്ട് വേണം പാഠപുസ്തകം തയ്യാറാക്കാനായിട്ട്. വേണമായിരുന്നു ചെയ്യാൻ. അതൊക്കെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 സാധ്യമാക്കി. അടുത്ത മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ജ്ഞാനസമൂഹമായി വികസിക്കാനുള്ള കേരളത്തിന്റെ സാമൂഹിക അഭിലാഷത്തിന് അക്കാദമിക അടിത്തറയും വ്യക്തമായ ദിശാബോധവും നൽകൽ എന്ന് പറയുന്ന മഹത്തായ ആശയം. ജ്ഞാന സമൂഹമായി വികസിക്കാനുള്ള കേരളത്തിന്റെ സാമൂഹിക അഭിലാഷം ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ല. കേരളം ഒരു പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെ? അങ്ങിങ്ങായിട്ട് ചില അപകീർത്തിപ്പെടുത്തലുകളൊക്കെ ഉണ്ടെങ്കിലും ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് രണ്ട് തട്ടിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ എടുക്കണം. അതായത് ചിലയിടങ്ങളിൽ പറയാറുണ്ട് നമ്മുടെ പിള്ളേര് ഇപ്പം SLC പരീക്ഷയ്ക്ക് മഷി പുരട്ടി വെച്ചാൽ അവിടെയും ഒരു പോയിന്റ് കൊടുക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടാറുണ്ട്, അല്ലേ? അതൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അധ്യാപകർ ഇതിനെ കുറിച്ചെല്ലാം ചിന്തിക്കണം. എപ്പോഴാണ് കുട്ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതെന്നും എപ്പോഴാണ് അല്ലാത്തതെന്നും ഒക്കെ ചിന്തിക്കുകയും പിന്നെ എല്ലാവരെയും പാസ്സാക്കി വിടുന്ന സമ്പ്രദായം ഒന്നും ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ഒക്കെ വേണം. ഇപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? എന്ത് എഴുതിയാലും അങ്ങ് വിജയിപ്പിക്കുന്ന രീതി വേണ്ട, കൃത്യമായി ക്വാളിറ്റി നോക്കി തന്നെ മതി എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നിർദ്ദേശങ്ങൾ ലഭ്യമാവുന്നുണ്ട്. അപ്പോൾ ജ്ഞാനസമൂഹവുമായിട്ട് വികസിക്കാനുള്ള കേരളത്തിന്റെ അഭിലാഷം അല്ലെങ്കിൽ കേരളത്തിന്റെ ആ ഒരു ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി, അത് അക്കാദമികപരമായ അടിത്തറയും വ്യക്തമായ ദിശാബോധവും അതിനായിട്ട് നൽകൽ. അതായത് വിദ്യാഭ്യാസം നൽകലും അതുപോലെ വ്യക്തമായ ദിശാബോധം, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഏത് മേഖലകളൊക്കെയാണ് നിനക്ക് അനുയോജ്യം എന്ന് ഒരു കുട്ടിയെ കാണിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസം. അവന്റെ കഴിവിനെ അവന് സ്വയം തിരിച്ചറിഞ്ഞ് അവനിനി എന്ത് പഠിക്കണമെന്ന് അവന് സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം. അതിന്റെ അനന്ത സാധ്യതകൾ അവന്റെ മുന്നിലേക്ക് തുറന്നു കൊടുക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കേരള പാഠ്യപദ്ധതി 2023 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് ശിശു കേന്ദ്രീകൃതവും പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായ അടിത്തറയും അറിവ് നിർമ്മാണ പ്രക്രിയയിൽ ഊന്നുന്ന സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദവും മുന്നോട്ട് വയ്ക്കൽ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ നിലവിലെ പാഠ്യപദ്ധതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ശിശു കേന്ദ്രീകൃതം, പ്രവർത്തനാധിഷ്ഠിതം, പ്രക്രിയാബന്ധിതം, അതുപോലെ തന്നെ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ ഊന്നുന്നത്, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെല്ലാം നമ്മൾ പറയണം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. എന്താണ് ശിശു കേന്ദ്രീകൃതം? കുട്ടിക്ക് പ്രാധാന്യം നൽകൽ. കുട്ടിയാണ് എല്ലാം. അധ്യാപകൻ അവിടെ വെറും മെന്റർ മാത്രമാണ്. അധ്യാപകൻ മെന്റർ ആണ് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവനെ നേർവഴിക്ക് നയിക്കുന്ന ആൾ. സഹരക്ഷിതാവെന്നാണ് മെന്ററിന്റെ മലയാളം. അടുത്തത് പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം. വെറുതെ കുട്ടി കേൾവിക്കാരനല്ല. ഇപ്പൊ പോലും പല അധ്യാപകരുടെ ക്ലാസ്സിൽ ഇപ്പോൾ പോലും നമ്മൾ ചെന്നാൽ അത് കുട്ടി കേൾവിക്കാരനാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതിനൊക്കെ മാറ്റം വരണം. എപ്പോഴും പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം ക്ലാസ് റൂമും പഠനവും എന്ന് പറയുന്നത്. പിന്നെ പ്രക്രിയാബന്ധിതമായിരിക്കണം. പലതരം പ്രക്രിയാശേഷികളുണ്ട്, അല്ലെ? പ്രക്രിയകൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രക്രിയാബന്ധിതവും ഒക്കെ ആയിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ ഊന്നുന്നതെന്ന് പറയുമ്പോൾ ക്ലാസ് റൂം നിർജീവമാവരുത്, അല്ലെ? സജീവമായ ക്ലാസ് റൂം. അവിടെ നിരന്തരം അറിവുകൾ നിർമ്മിക്കപ്പെടണം. അറിവ് നിർമ്മിക്കുന്ന വെറും ഫാക്ടറി ആയിട്ട് വിദ്യാഭ്യാസ മേഖല മാറാൻ പാടില്ല. കുട്ടി പിന്നെ അവിടുത്തെ തൊഴിലാളിയെ പോലെയല്ല പെരുമാറേണ്ടത്. സ്വാഭാവികമായ അന്തരീക്ഷത്തിലുള്ള അറിവ് നിർമ്മാണ പ്രക്രിയയാണ് അവിടെ നടക്കേണ്ടത്. അവന്റെ ആവശ്യങ്ങള് അവന്റെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന അധ്യാപികയും കുട്ടിയിലെ സംശയങ്ങൾ ഇട്ടുകൊടുക്കുക, അതായത് ചോദ്യങ്ങൾ ഇട്ടുകൊടുക്കുകയും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ് റൂം ആയിരിക്കണം നമ്മുടേത്. അപ്പൊ അറിവിന്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അതുപോലെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന് സമൂഹത്തിനും പ്രാധാന്യമുണ്ട്, അല്ലെ? കുട്ടി ഒരു സാമൂഹ്യ ജീവിയാണ്, വെറും
ജ്ഞാനനിർമ്മിതിവാദമല്ല, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. അപ്പൊ ആ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തില് സമപഠനത്തിന്, സംഘപഠനത്തിന് അല്ലെ, സഹവർത്തിത പഠനത്തിനും ഒക്കെ പ്രാധാന്യമുള്ള സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നിലവിലുള്ളത്. വിദ്യാർത്ഥികൾ അടക്കമുള്ള ബഹുജനങ്ങൾ, ടീച്ചർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിങ്ങനെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ രൂപപ്പെടുത്തൽ വഴി സാമൂഹിക രേഖയായി തീർന്നതാണ് നിലവിലെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുമ്പെല്ലാം ഇതുപോലെ പല ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സംശയമാണ്. എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. എൻ്റെ അറിവില് പിന്നെ ഇങ്ങനെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിക്കും അല്ലെ, അതായത് പത്രത്തിലൊക്കെ വാർത്തകൾ വരാറുണ്ട്, താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കും, കൂടുതലും വിദ്യാഭ്യാസ മേഖലയുമായി നിൽക്കുന്നവരെ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വലിയൊരു മാറ്റമാണ് വന്നത്. എന്തായാലും എല്ലാവരും അറിയുള്ള, ബഹുജനങ്ങൾ അറിഞ്ഞ, എല്ലാവരും പങ്കെടുത്ത വളരെ സജീവമായ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 നിർമ്മിച്ചത്. അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു, എന്തൊക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെ അക്കാദമിക കാര്യങ്ങൾ, അക്കാദമിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ പൊതുജനങ്ങൾ പറഞ്ഞു. അവിടെ വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവർ എന്നുള്ള വേർതിരിവുണ്ടായിരുന്നില്ല. എല്ലാ രക്ഷിതാക്കളും സമൂഹത്തിന്റെ വിവിധ കോണിൽ നിന്ന് വരുന്ന ആളുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട്, അതൊരു വലിയ മാറ്റമായിരുന്നു അല്ലെ. ഇനി പരിസ്ഥിതി കാലാവസ്ഥാ രംഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിനെ അതിജീവിക്കാൻ ശേഷി നേടേണ്ടതിന്റെ ആവശ്യകതയും പരിഗണിക്കൽ തീർച്ചയായും വേണം. ഇപ്പോഴും കാലാവസ്ഥ ഉച്ചകോടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പല രാജ്യങ്ങളും അതിനോട് എന്താ പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല. കാർബണിന്റെ പുറന്തള്ളൽ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. മറ്റേതെങ്കിലും രാജ്യത്തിലല്ലേ എന്നുള്ളതല്ല, ലോകത്തിന് അങ്ങനെ അതിർവരമ്പൊന്നുമില്ല അല്ലെ. ഈ ഒരു ഭൂമിക്ക് അതിർവരമ്പുകളും മനുഷ്യൻ കൽപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം കണക്റ്റഡ് ആണ് അല്ലെ. ഓരോ മേഖലയും, അതായത് അന്തരീക്ഷവും നമ്മുടേതാണ്. വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് ഉണ്ടാകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭൂമി എന്റേത്, രാജ്യം എന്റേത്, അങ്ങനെ അതിന് പകരം ഇതെല്ലാം നമ്മുടേതെന്നൊരു ചിന്തയുണ്ടെങ്കിൽ എല്ലാവരും അതിനോട് കുറച്ചുകൂടി കരുണയോടുകൂടി അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാൻ പഠിച്ചേനെ. അപ്പോൾ പരിസ്ഥിതി കാലാവസ്ഥ ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതി, ഡൽഹിയിലെയൊക്കെ വാർത്തകളൊക്കെ അപ്പോൾ ഓർമ്മയിൽ വരണം കേട്ടോ. അതായത് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാത്ത ഡൽഹിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ പത്രത്തിൽ വന്നിരുന്നു. അതൊക്കെ നോക്കി വെക്കുക. അതൊരിക്കലും ഡൽഹിയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല, തൊട്ടടുത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, അത് പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലെ കൃഷിക്ക് ശേഷമുള്ള അവരുടെ ഒരു രീതി ഉണ്ടല്ലോ, എന്താണ്, എല്ലാ കൃഷി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുടുന്ന പരിപാടി, പോച്ചയൊക്കെ ചുടുക എന്ന് പറയത്തില്ലേ, അപ്പൊ ആ ഒരു രീതിയിലുള്ള, അപ്പൊ ഈ വഴിയൊക്കെ വരുന്ന പുക ഇതെല്ലാം വന്നു കൂടുന്നത് ഡൽഹിയിലാണ്. അവിടുത്തെ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പോൾ എന്താണ്, ഇതെല്ലാം വന്ന് തങ്ങി നിൽക്കുന്നത് ഡൽഹിയിലാണ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവ് അപ്പോൾ കൂടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വൈജ്ഞാനിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബോധശാസ്ത്ര രംഗത്തും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പരിഗണിക്കാൻ, അറിവിന്റെ നിർമ്മാണ രംഗത്ത് അല്ലെ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ നിരവധി മാറ്റങ്ങൾ വന്നു. അതിന്റെ ഉദാഹരണമാണ് 2 ദിവസം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇട്ട AI അധ്യാപിക അല്ലെ. സംസ്ഥാനത്തെ തന്നെ 4 ഭാഷയിൽ സംസാരിക്കുന്ന AI അധ്യാപിക എവിടെ, പുനലൂര് ഗവൺമെന്റ് LPSലാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിരുന്നു. അതെല്ലാം പോട്ടെ, AI അധ്യാപകര് എത്രയോ കാലമായിട്ട് പിന്നെ വാർത്തകളിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെ. അതായത് എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ കോളേജുകളിൽ, സ്കൂളുകളിലും ഒക്കെ AI സാധ്യത ഉപയോഗപ്പെടുത്തി വരുന്നു. അപ്പൊ ചില അധ്യാപകർക്ക് ഭയമാണ്, നമ്മുടെ തൊഴിൽ പോകുമെന്ന്. ഒരിക്കലും ഇല്ല. നമ്മളെ പഠിപ്പിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാൻ തീർച്ചയായും നമ്മളൊക്കെ തന്നെ വേണം. എത്ര AI ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ മനുഷ്യ മനസ്സുകൾ തന്നെ വേണം. അപ്പൊ എങ്കിലും ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇത്രയും വിപ്ലവങ്ങൾ നടക്കുമ്പോൾ
ഈ സാധ്യതകളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. ഈ ട്രെയിനിങ് വരെ നമ്മളുടെ സർക്കാർ നമുക്ക് അധ്യാപകർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതെല്ലാം ഈ ഒരു പാഠ്യപദ്ധതിയുടെ പ്രത്യേകതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി കേരള സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന രംഗങ്ങളിലെ പ്രശ്നങ്ങൾ, പൗരബോധം, ശാസ്ത്രാവബോധം, ലിംഗാവബോധം തുടങ്ങിയവയുടെ കുറവ്, ലഹരിക്കടിമപ്പെടൽ, ആത്മഹത്യാ പ്രവണത, മാനസികാരോഗ്യമില്ലായ്മ തുടങ്ങിയ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഗണിക്കൽ. ഇതൊക്കെ തീർച്ചയായിട്ടും പരിഗണിച്ചിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകം, അല്ലേ? അതുപോലെ തന്നെ ലിംഗാവബോധം തീർച്ചയായിട്ടും വേണ്ടതാണ്. നമ്മൾ മുമ്പ് സ്ത്രീ പുരുഷൻ എന്ന രണ്ട് രീതിയിൽ മാത്രം മനസ്സിലാക്കിയെങ്കിൽ ഇപ്പോൾ ഭിന്നലിംഗക്കാർ കൂടിയുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ ആളുകളുണ്ട്. അപ്പൊ ഈ ധാരണയൊക്കെ സത്യത്തിൽ നമ്മൾ പോലും നേടിയെടുത്തു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ അറിയണം. അവരില് പിന്നെ അവരെങ്കിലും ഈ മുൻ തലമുറ അനുഭവിച്ച സ്ട്രെസ്സിലൂടെ കടന്നു പോവാതിരിക്കട്ടെ. അപ്പൊ അങ്ങനെ അവർക്ക് സ്വന്തം സ്വത്തും തിരിച്ചറിയാൻ കഴിയത്തക്ക രീതിയിലുള്ള, അതുപോലെ വ്യത്യസ്തരായ ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ടെന്ന് അവരെ ഉൾക്കൊള്ളണമെന്നുള്ള ആശയം കിട്ടത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. അപ്പൊ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന രംഗങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അതെന്താണ്? അത് ഇപ്പൊ 2 ദിവസം മുമ്പുള്ള പത്രവാർത്ത അവിടെയും നമുക്ക് കോർത്തിണക്കി പറയാം. അതായത് ഇനി ഇടങ്ങളിലെ നമ്മൾ റേറ്റിംഗ് സംവിധാനം എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു. അതായത് അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നീറ്റ്നെസ് അവിടെ ഉണ്ട് എന്ന് പൊതുജനം അവിടെ റേറ്റ് ചെയ്യുന്ന സംവിധാനം. അതിനനുസരിച്ചുള്ള നടപടി സർക്കാർ എടുക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇതൊക്കെ കുട്ടികൾ അറിയണം, അല്ലേ? കുട്ടികൾ അറിയണം. പാഠപുസ്തകത്തിൽ ഇതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിടാൻ തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഗുണമേന്മ ഉറപ്പാക്കണം. അത്തരത്തിലുള്ളതാണ് നിലവിലെ പാഠ്യപദ്ധതി. ഗോത്ര വിഭാഗം, ദളിത് വിഭാഗം, അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വെല്ലുവിളി നേരിടുന്നവർ, അരികുവൽക്കരിക്കപ്പെട്ടവർ അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഭിന്നശേഷി വിഭാഗം കുട്ടികൾ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകൽ അത് നിലവിലെ പാഠ്യപദ്ധതിയുടെ ഒരു പ്രധാന സവിശേഷതയായി കണക്കാക്കുക. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ ധാരാളം നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം അവര് നേടുന്നുമുണ്ട്, അല്ലെ? അവരൊക്കെ നമ്മളിൽ ഒരുവരായിട്ട് താമസിക്കുകയാണ്. അപ്പൊ അവര് ജീവിച്ചു വന്നിരുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന് ഒക്കെ സാമൂഹ്യ നിലവാരം അല്ലെ ജീവിത നിലവാരം ഉയർത്താൻ കേരളം ഇതര സംസ്ഥാനങ്ങളെ സഹായിച്ചു എന്നുള്ളതും പ്രധാന വാർത്തകളായി പലപ്പോഴും പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വരുന്ന കൂടുതലും ബംഗാളികളാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും അവിടെയൊന്നും അവർക്ക് ടോയ്ലറ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തിരുന്നില്ല. ഇതിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നു. അവരിവിടെ വന്ന് ഇതെല്ലാം കണ്ടുപഠിച്ച് അവരുടെ വീടുകളും അവരുടെ ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ കേരളത്തിലേതുപോലെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴായി വാർത്തകളിൽ വന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം നമ്മൾ അവർക്ക് കൊടുത്ത അനുഭവത്തിലൂടെയൊക്കെ സംഭവിച്ച മാറ്റങ്ങളാണ്. പല കുട്ടികളും ഫുൾ A+ ഒക്കെ വാങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളുണ്ട്, അല്ലെ? അവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ അവരുടെ സംസ്കാരം പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അവരെ ഉൾക്കൊള്ളാൻ വിമുഖത കാണിക്കുന്നവർ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഊന്നൽ നൽകുന്ന, അതിന്റെ പരിഹാര മാർഗങ്ങൾക്കൊക്കെ ഊന്നൽ നൽകുന്ന തരത്തിലുള്ള പാഠപുസ്തകം. ഇനി സഹവർത്തന നൈപുണി, വിമർശനപരമായി ചിന്തിക്കാനും പ്രശ്നങ്ങളെ സമീപിക്കാനുമുള്ള നൈപുണി, വിശകലന നൈപുണി, പ്രശ്നപരിഹരണ നിർദ്ധാരണ നൈപുണി എന്നീ നൈപുണികൾ കുട്ടികളിൽ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടത് അത്തരത്തിലുള്ള പാഠപുസ്തകമാണ്. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല ഇതൊക്കെ ഓരോ ടോപ്പിക്കായി നമ്മൾ തരികയും ചെയ്യും. എന്താണ് സഹവർത്തിത പഠനം എന്നൊക്കെ തരും കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇതേക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യാം. ഇനി പഠിക്കാൻ പഠിക്കുക, ചെയ്യാൻ പഠിക്കുക, അവരവരെ തിരിച്ചറിയാൻ പഠിക്കുക, ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നീ 4 വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾക്ക് ഊന്നൽ നൽകി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതായത് ഇവിടെ മുതൽ അതായത് പഠിക്കാൻ പഠിക്കുക, ചെയ്യാൻ പഠിപ്പിക്കുക, അവരവരെ തിരിച്ചറിയാൻ പഠിക്കുക, ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നീ 4 വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾക്ക് ഊന്നൽ നൽകൽ. ഏറ്റവും കൂടുതൽ ഈ നിലവിലെ പാഠ്യപദ്ധതി ഊന്നൽ നൽകി ഈ 4 മേഖല ഏതാണ് എന്നുള്ളത് കാണാതെ തന്നെ പഠിക്കുക. പഠിക്കാൻ പഠിക്കുക, ചെയ്യാൻ പഠിക്കുക, അവരവരെ തന്നെ തിരിച്ചറിയണം. അതാണ് പ്രധാനം. ഒരു
വിദ്യാഭ്യാസം നേടുമ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിയലാണ് നടത്തേണ്ടത്. അവിടെ നമ്മുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് രീതിയിലേക്ക് മുന്നോട്ട് എത്തിയെന്നും എവിടെയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെന്തെന്നും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇനി കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളാണ്. അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇത് ചെറിയൊരു ക്ലാസ് ആണ്. 34-35 മിനിറ്റോളമുള്ള പെട്ടെന്ന് പറഞ്ഞു പോയ ഒരു ക്ലാസ് ആണ്. അത്ര പെട്ടെന്നും അല്ല പറഞ്ഞു പോയത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യും. ഗ്രൂപ്പിലായിട്ട് ഗ്രൂപ്പ് ചർച്ചയിലൂടെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ.